അതിലൂടെ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ആചാര്യന്മാർ തുടർന്ന് വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ തലമുറയിൽ പെട്ടവർക്ക് നിഷേധിക്കപ്പെടുകയും ഞങ്ങളുടെ കുട്ടികൾക്ക് യോഗീശ്വരൻ എന്ന സർട്ടിഫിക്കറ്റിന് പകരം അവിടെ കിട്ടാൻ പോകുന്നത് വീരശൈവാസ് എന്ന സർട്ടിഫിക്കറ്റിലൂടെ ഒരു സമുദായം തന്നെ ഇവിടെ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകാൻ പോകുന്നത്. കമ്മീഷന്റെ ഭാഗത്ത് സർക്കാരിന്റെ ശുപാർശ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മീഷൻ ഞങ്ങൾക്ക് ഒരു കത്ത് തരികയുണ്ടായി. ആ കത്ത് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ഒരു ശുപാർശ കമ്മീഷനിലേക്ക് എത്തുകയും കമ്മീഷൻ വേണ്ട പരിഗണന തരാമെന്ന് പറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ഈ ജോയി MLA നേതൃത്വത്തിൽ നടക്കുന്ന ഇന്നത്തെ ഈ സത്യാഗ്രഹ നമ്മുടെ രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ആമുഖമായി നമ്മുടെ സമുദായം എന്ന് പറയുന്നത് കൈലാസം മുതൽ കൈലാസനാഥനായിട്ടുള്ള ശിവഭഗവാനെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ സ്തുതികളും അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളും ക്ഷേത്രാചാരങ്ങളുമായിട്ട് ഈ രാജ്യത്ത് തെക്കേ ഇന്ത്യയിലേക്ക് പ്രവർത്തനം ആരംഭിച്ച ഒരു സമുദായമാണ് കേരള യോഗീശ്വരന്മാർ. ആ യോഗീശ്വര സമുദായം ചരിത്രം പറയുന്നത് പല്ലവരാജ കുടുംബത്തിൽ പല്ലവരാജ ഭരണത്തിൽ ഭൈരാവി എന്ന് പറയുന്ന ആചാര്യനാണ് ചരിത്രത്തിൽ യോഗീശ്വരന്മാരുടെ ആചാര്യനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് 1931 ബ്രിട്ടീഷ് ഇന്ത്യയുടെ സെൻസസിൽ തന്നെ നമ്മുടെ യോഗീശ്വരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പിൽക്കാലത്ത് കേരളത്തിന്റെ സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ സമുദായത്തെ ബഹുഭൂരിപക്ഷം ആൾക്കാർ തമിഴ്നാട്ടിലേക്കും ഏകദേശം 1 ലക്ഷത്തോളം ആൾക്കാർ കേരളത്തിലേക്കും നമ്മുടെ സമുദായാംഗങ്ങൾ ഉണ്ടായി. പക്ഷേ 63 രജിസ്ട്രേഷൻ ആരംഭിച്ച ഈ സമുദായ സംഘടന ഇന്ന് കേരളത്തിൽ സ്വതന്ത്രമായിട്ടുള്ള OBC ലിസ്റ്റിലല്ല. തമിഴ്നാട്ടിൽ പിന്നോക്ക കമ്മീഷൻ 184ാമത്തെ വകുപ്പിലാണ് യോഗീശ്വരന്മാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് 73ാമത് OBC ലിസ്റ്റിൽ വീരശൈവയുടെ ബ്രാക്കറ്റിനകത്താണ് യോഗീശ്വര സമുദായത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീരശൈവ സമുദായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന OBC വിഭാഗത്തിൽപ്പെടുന്ന സമുദായങ്ങൾ യോഗികൾ, യോഗീശ്വരന്മാർ, പൂപ്പണ്ടാരം, മലപ്പണ്ടാരം, ജംഗം, പണ്ടാരം തുടങ്ങിയിട്ടുള്ള സമുദായങ്ങളെയാണ് കേരളത്തിൽ വീരശൈവയുടെ ബ്രാക്കറ്റിനകത്ത് ഉപജാതിയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ വീരശൈവയുടെ ആചാരമായോ അനുഷ്ഠാനപരമായോ ആചാര്യന്മാരുമായോ യോഗീശ്വരന്മാർക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും വന്ന ആചാര്യന്മാരും അനുഷ്ഠാനവുമാണ് യോഗീശ്വരന്മാരെ സംബന്ധിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ആ നിലവാരത്തിലേക്ക് ഒരു സ്വതന്ത്ര സമുദായമാക്കി നമ്മളെ പരിഗണിക്കാതെ വരുമ്പോൾ ഞങ്ങളുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ ഒരു OEC സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനോ PSCയിൽ ചെന്ന ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ പോലും യോഗീശ്വരന്മാർ എന്നത് പ്രത്യേക പരിഗണനയില്ലാതെ വീരശൈവയുടെ ബ്രാക്കറ്റിൽ അകത്തേക്ക് ചുരുക്കപ്പെട്ട ഒരു ആചാരപരമായി അനുഷ്ഠാനപരമായും യാതൊരു ബന്ധവുമില്ലാത്ത വീരശൈവയുടെ ബ്രാക്കറ്റിനകത്താണ് കേരളത്തിലെ യോഗീശ്വരന്മാർ. ഈ യോഗീശ്വരന്മാരെ സംബന്ധിച്ച് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ വീരശൈവയുടെ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഉപജാതിയിൽപ്പെടുന്ന മുഴുവൻ സമുദായങ്ങൾക്കും അവരുടേതായ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടതില്ല എന്നും അവർക്കെല്ലാം ഒറ്റ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്നാണ് വീരശൈവയുടെ നേതാക്കന്മാർ പറയുന്നത്. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വീരശൈവാസ് എന്ന പേരിൽ കേരളത്തിലെ ഈ ഉപജാതികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ് വീരശൈവയുടെ നേതാക്കന്മാർ പറയുന്നത്. അതിലൂടെ നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ആചാര്യന്മാർ തുടർന്ന് വന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ തലമുറയിൽ പെട്ടവർക്ക് നിഷേധിക്കപ്പെടുകയും ഞങ്ങളുടെ കുട്ടികൾക്ക് യോഗീശ്വരൻ എന്ന സർട്ടിഫിക്കറ്റിന് പകരം
അവിടെ കിട്ടാൻ പോകുന്നത് വീരശൈവാസ് എന്ന സർട്ടിഫിക്കറ്റിലൂടെ ഒരു സമുദായം തന്നെ ഇവിടെ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ സാഹചര്യത്തിൽ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എസ് ഗോപിനാഥ പിള്ളയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി, കഴിഞ്ഞ മാസങ്ങളായി ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഞങ്ങൾ സർക്കാരിനെയും കമ്മീഷനെയും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് സംവരണമല്ല. ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ സമുദായത്തിലെ കുട്ടികൾക്ക് വീരശൈവയാസ് എന്ന സർട്ടിഫിക്കറ്റിന് പകരം ഞങ്ങൾ ജനിച്ചു വീണ ഇവിടുത്തെ യോഗീശ്വരന്മാർ എന്ന പേരിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് തടസ്സമുണ്ടാകരുത്. ഞങ്ങളുടെ സമുദായത്തിന് വീരശൈവയിൽ നിന്ന് സ്വതന്ത്രമാക്കി യോഗീശ്വരന്മാർ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സമുദായമാക്കി OBC ലിസ്റ്റിൽ ഒരു പ്രത്യേക നമ്പർ ഇട്ട് തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിലും വില്ലേജ് ഓഫീസുകളുടെ മുന്നിലുമൊക്കെ ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉദ്ഘാടകനോട്, സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള MLA-യോട്, പ്രതിപക്ഷ MLA-മാരോട്, സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ ഭാഗമായ MLA-മാരോട്, പ്രതിപക്ഷ നേതാക്കന്മാരോട്, മറ്റ് സാമുദായിക സംഘടനാ നേതാക്കന്മാരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങളുടെ ന്യായമായ ഈ ഉപജാതിയിൽ നിന്ന് സ്വതന്ത്രമാക്കണമെന്ന ന്യായമായ അവകാശം, ആ അവകാശം നേടിയെടുക്കാൻ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ആരംഭിക്കുന്ന രാപ്പകൽ സമരം നാളെ ഉച്ചയോടുകൂടിയാണ് സമാപിക്കുന്നത്.